കടുമാങ്ങ തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് വ്ലോഗ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ കടുമാങ്ങ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. കടുമാങ്ങ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കണ്ണിമാങ്ങയാണ്. അപ്പം നമ്മൾ മാങ്ങ സീസണിൽ നമ്മൾ കണ്ണിമാങ്ങ ഞെട്ടോട് കൂടി നിലത്ത് വീഴാതെ തന്നെ പറിച്ചെടുത്തതിന് ശേഷം അത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ ചുണയൊന്നും കളയാതെ തന്നെ നന്നായിട്ട് തുടച്ച് വെക്കണം. തുടച്ചതിന് ശേഷം നമ്മൾ ഒരു വൃത്തിയുള്ള ഭരണി ഉണക്കിയെടുത്തതിന് ശേഷം അതിലിട്ട് വെക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. ഇനി പൊടിയുപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കടുമാങ്ങ ഇടാൻ ഏറ്റവും നല്ലത് ഇതേപോലത്തെ പുളിയുള്ള ചെറിയ മാങ്ങയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇട്ട് വെച്ചിട്ടുള്ള ഭരണിയോ കുപ്പിയോ എന്താണെങ്കിലും നന്നായിട്ട് കെട്ടി വെക്കണം. ഒരു തുണി കൊണ്ടോ കവർ കൊണ്ടോ എടുത്തിട്ട് നന്നായിട്ട് കെട്ടി വെക്കണം. എന്നിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് എടുത്തിട്ട് കുലുക്കി നോക്കിയാൽ മതി. 15 ദിവസം കൊണ്ട് മാങ്ങ ഇതേ രൂപത്തിലായി കിട്ടും. ഞാനിപ്പോൾ ഇത് ഒരു 3 മാസത്തോളമായി അടച്ചു വെച്ചിട്ട് സമയം കിട്ടിയില്ല ചെയ്യാൻ. ഇന്നലെ ഞാനിത് പുറത്തെടുത്ത് ഒരരിപ്പയിലൂടെ ഇതിലെ നമ്മൾ ഇട്ട ഉപ്പ് വെള്ളമായിട്ടുണ്ടാവുമല്ലോ, ആ വെള്ളം മാറ്റിയിട്ടാണ് ഈ മാങ്ങ മാത്രം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നല്ല എരിവുള്ള മുളക് പൊടിയാണിത്. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ കുറച്ച് കാശ്മീരി മുളക് ചതച്ചതാണിത്, ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കടുക് പൊടിച്ചതാണ്, നന്നായിട്ട് പൊടിച്ചിട്ടില്ല, അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഉലുവ പൊടിച്ചതുണ്ട്. ഇത് മുഴുവനായിട്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, പകുതിയിലധികം ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലത്തെ കായാണ് ഉള്ളത്. പൊടിയാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ എളുപ്പമാണ്. കായം പൊടിയേക്കാൾ നല്ലത് ഈ കട്ടയാണ്. ഇതാണ് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് ചതച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് പൊടിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇതേപോലെ ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമ്മൾ ഇതിൻ്റെ മീതെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണയൊക്കെ നമുക്ക് ഏകദേശം അറിയാമല്ലോ, ഓരോരുത്തർക്ക് എത്ര മാങ്ങ ഉള്ളിച്ചാൽ അതിനനുസരിച്ചായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി മാങ്ങ നമ്മൾ നന്നായിട്ട് ഈ മസാലകളൊക്കെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മളൊരു ഭരണിയോ കുപ്പിയോ എന്തെങ്കിലും കഴുകി തുടച്ചിട്ട് അതിലേക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം നമ്മൾ ഏതായാലും എടുക്കരുത്. കുപ്പിയോ അല്ലെങ്കിൽ ഭരണിയോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മാങ്ങയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ഉപ്പുവെള്ളമില്ലേ, അതൊന്ന് അരിച്ചതിന് ശേഷം അത് ഈ മാങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പം നമുക്കറിയാമല്ലോ ഏകദേശം ആവശ്യത്തിന് എത്ര വെള്ളം വേണമെന്നുള്ളത്. ഞാൻ മസാലകളൊക്കെ യോജിപ്പിച്ചതിന് ശേഷം എനിക്കിതിൽ മുളക് കുറവുള്ളത് പോലെ തോന്നിയിട്ട് 1 ടേബിൾ സ്പൂണും കൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാശ്മീരി മുളകാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ മാങ്ങയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ഈ വെള്ളമുണ്ട്, ഇത് ഞാൻ ഈ മാങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അരക്കപ്പോളം വെള്ളമുണ്ട്, ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ആവശ്യം വരും. നമ്മൾ ഈ മാങ്ങയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഭരണിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് എല്ലാ മസാലകളും ഇതിൽ പിടിക്കുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ എടുത്ത പാത്രം ഇത്തിരി ചെറുതായി പോയോ എന്ന് തോന്നുന്നുണ്ട്, അതാണ് ഇളക്കാൻ ഇത്തിരി പ്രയാസം. ഇനി നമ്മൾ വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുള്ള ഭരണിയിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക. അതേപോലെ ഈ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ഉപ്പുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളൊന്ന് മീതെ എണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുത്താൽ മതി. എന്നാൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയത്. നമ്മളിതിൽ ആദ്യം ഉപ്പുവെള്ളം മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ മസാലകളൊക്കെ ചേർത്ത് അതേപോലെ കടുകും ഉലുവയൊക്കെ ചെന്നാൽ തന്നെ ഇതിനൊരു കൊഴുപ്പ് വരും. ഇനി നമ്മളിത് എന്തിനാണ് സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ ആ പാത്രം നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കാപ്പി ഒഴിഞ്ഞ പാത്രത്തിലാണ് ഇതിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 3 പാത്രത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കട്ടിയുള്ള കുപ്പികളാണെങ്കിൽ അതിലിട്ട് കൊടുക്കുകയാണ് നല്ലത്.
നമ്മൾ ഫസ്റ്റ് മാങ്ങ ഉപ്പ് ചേർത്തതിന് ശേഷം പുറത്ത് തന്നെയാണ് ഇട്ട് വെക്കേണ്ടത്, ഫ്രിഡ്ജിലൊന്നും വെക്കരുത്. എന്നാലാണ് ഈ മാങ്ങ ഇതേപോലെ ചുളുങ്ങിയിട്ട് വരുള്ളൂ. അപ്പം നമ്മൾ വേനൽക്കാലത്ത് ഇതേപോലെ ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇതേപോലെ മഴയുള്ള സമയത്തൊക്കെ മാങ്ങ അച്ചാർ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ പൊതുവെ എല്ലായിടത്തും പനിയാണ്, അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ കടുമാങ്ങ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് ഇതെടുത്ത് പുറത്തെടുത്തത്. ഇനി നമുക്ക് ഇത് എത്ര വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ്. നല്ലപോലെ തുടച്ചതിന് ശേഷം ഇത് അടച്ചിട്ട് നന്നായിട്ടൊന്ന് വേണമെങ്കിൽ കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് അടച്ചിട്ട് പുറത്ത് തന്നെ വെച്ചാൽ മതി, യാതൊരു കേടും വരില്ല. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് കടുമാങ്ങ കിട്ടുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.